गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्रीगुरवे नमः. ശ്രീ ഹിസ്ലോപ്പ് ഭഗവാന്റെ മഹാത്ഭുതങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ മഹാഭാഗ്യം ലഭിച്ച സുഹൃതികളാണ് അമേരിക്കക്കാരായ ശ്രീ ജോൺ ഹിസ്ലോപ്പും ഭാര്യയും. 1973 മഹാശിവരാത്രിയുടെ തലേനാൾ ബാബയ്ക്കൊപ്പം ഹിസ്ലോപ്പും സംഘവും യാത്ര ചെയ്തു മൈസൂറിലെ ബന്ദിപ്പൂർ വനമൃഗ സംരക്ഷണ കേന്ദ്രത്തിലേക്ക്. അവർ ആ വനാന്തരീക്ഷത്തിലൂടെ കുറേ നടന്നു. പെട്ടെന്ന് സ്വാമി കുറ്റിക്കാടിനരികിൽ നിന്നും 2 ചുള്ളിക്കമ്പുകൾ ഒടിച്ചെടുത്ത് കുരിശാകൃതിയിൽ വെച്ച് ഇതെന്ത് എന്ന് ഹിസ്ലോപ്പിനോട് ചോദിച്ചു. കുരിശ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. പിന്നീട് സ്വാമി അത് തൻ്റെ തൃക്കരങ്ങളിൽ വെച്ച് വിരലുകൾ ചുരുട്ടി. പിന്നീട് അതിലേക്ക് 3 പ്രാവശ്യം ഊതി. ബാബ കൈനിവർത്തി. ചുള്ളിക്കമ്പിൻ്റെ സ്ഥാനത്ത് ഒരു കുരിശും അതിൽ ക്രൂശിത രൂപവും. ആ കുരിശിന്റെ മുകളിൽ വൃത്താകൃതിയിൽ ഒരു ദ്വാരമുണ്ടായിരുന്നു. 2 തരത്തിലുള്ള കുരിശിലാണ് അന്ന് കുറ്റവാളികളെ വധിച്ചിരുന്നതെന്നും ഈ കുരിശ് തൂക്കിയിടുന്നതാണെന്നും സ്വാമി വിശദീകരിച്ചു. അതിനാലാണ് അതിനു മുകളിൽ ദ്വാരം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സ്വാമി സൃഷ്ടിച്ച കുരിശ് യേശുക്രിസ്തു കുരിശിലേറ്റപ്പെട്ട അതേ മരത്തിൽ നിന്നും സൃഷ്ടിച്ചതാണത്രേ. ഹിസ്ലോപ്പ് പിന്നീട് അത് കാർബൺ ഡേറ്റിംഗ് പരിശോധനയ്ക്ക് വിധേയമാക്കി. 2000-ലേറെ വർഷം പഴക്കമുള്ളതായി അത് സ്ഥിരീകരിക്കുകയും ചെയ്തു. Dr. John Hislop, head of the Satya Sai Council of the Americas, relates an experience when Sai Baba created a unique crucifix and presented it to him. We were in India in the Bandipur forest. മഹാശിവരാത്രിക്ക് ഞങ്ങൾ ഇന്ത്യയിലായിരുന്നു. ബന്ദിപ്പൂർ വനത്തിൽ സ്വാമി കുറേ ആളുകൾക്കൊപ്പം ചടങ്ങുകൾ നടത്താൻ വനത്തിലൊരു സ്ഥലം അന്വേഷിക്കുകയായിരുന്നു. അവസാനം പറ്റിപ്പോയ ഒരു പുഴക്കരിയിൽ ഞങ്ങൾ സ്ഥലം കണ്ടെത്തി. ആ ദിവസം വൈകുന്നേരം ഞങ്ങൾ അവിടെ തിരിച്ചെത്തി. കാറിൽ നിന്നിറങ്ങി ഞങ്ങൾ കുന്നിൻ ചെരുവിലൂടെ പറ്റിപ്പോയ നദിക്കരയിലേക്ക് നടന്നു. ഞാൻ സ്വാമിയുടെ വശങ്ങളിലൂടെ നടക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു കുറ്റിക്കാട് കടന്നു. സ്വാമി 2 ചുള്ളിക്കം പൊടിച്ചിട്ട് ഒരു കുരിശ് പോലെ പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇതെന്താണ് ഹിസ്ലോപ്പ്? അതൊരു കുരിശാണ് സ്വാമി, ഞാൻ മറുപടി പറഞ്ഞു. സ്വാമി അപ്പോൾ അത് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഊതി 3 പ്രാവശ്യം. സ്വാമിയുടെ തൃക്കരം തുറന്നപ്പോൾ ഈ കുരിശുണ്ടായിരുന്നു. എൻ്റെ കൈപ്പുറത്ത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന കുരിശ്. അവിടുന്ന് പറഞ്ഞു, വാസ്തവത്തിൽ ക്രിസ്തു ശരിക്കും എങ്ങനെയായിരുന്നുവോ അത് ഇതുപോലെയാണ്. അല്ലാതെ ചരിത്രകാരന്മാർ എങ്ങനെ അദ്ദേഹത്തെ ചിത്രീകരിച്ചുവോ അതുപോലെയല്ല. അദ്ദേഹത്തിൻ്റെ വയറ് അകത്തേക്ക് വലിഞ്ഞിരുന്നു. കുറേ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതിനാൽ. സ്വാമി, കുരിശിന് മുകളിലെ ദ്വാരം എന്താണ്? ഞാൻ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, കുരിശ് ഒരു പ്രതിമാനത്തിൽ നിന്ന് തൂക്കിയിടാനാണ് ഈ ദ്വാരം. അവിടുന്ന് തുടർന്ന് പറഞ്ഞു, ഈ കുരിശിൻ്റെ തടിക്കഷ്ണം ക്രിസ്തുവിനെ കുരിശിലേറ്റിയ അതേ കുരിശിൻ്റെ തടി തന്നെയാണ്. അവിടുന്ന് കൂട്ടിച്ചേർത്തു, 2000 വർഷങ്ങൾക്ക് ശേഷം ആ തടി കണ്ടെത്താൻ എനിക്ക് കുറച്ച് സമയം വേണ്ടി വന്നു.